ഒരു 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരാളെ കയ്യിലുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അതിനെ ഏത് രീതിയിലും ഇൻവെസ്റ്റ് ചെയ്യണം? ഇപ്പോൾ വാറൻ ബഫറ്റിൻ്റെ തന്നെ ഒരു ഫേമസ് കോട്ട് ഉണ്ട്, ഡോണ്ട് പുട്ട് ഓൾ യുവർ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ് എന്ന് പറയും. അതെ, ഞാനൊരു നോർമൽ പേഴ്സൻ്റെ കേസാണ് പറയുന്നത്. അയാൾക്ക് സിംപ്ലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഒരു സാധാരണ എംപ്ലോയി പറയാണ്, ഷിബിലിനെ വിളിക്കുകയാണ്, ഷിബിൽ എൻ്റെ അടുത്ത് 10,000 രൂപയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അതിനെ ഏത് രീതിയിൽ തിട്ടപ്പെടുത്തണം, ഇൻവെസ്റ്റ് ചെയ്യണം? എൻ്റെ ഒരു പേഴ്സണൽ പെർസ്പെക്റ്റീവിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാറുള്ളത് പൊതുവേ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യും. അതായത് ഒരു 10,000 രൂപ, ഇപ്പോൾ വാറൻ ബഫറ്റിൻ്റെ തന്നെ ഒരു ഫേമസ് കോട്ട് ഉണ്ട്, ഡോണ്ട് പുട്ട് ഓൾ യുവർ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ് എന്ന് പറയും. അതായത് എല്ലാം കൂടെ കൊണ്ടുപോയിട്ട് ഒന്നിലിടരുത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഡൈവേഴ്സിഫിക്കേഷൻ എന്നുള്ളൊരു പാർട്ട് മസ്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു സംഭവമാണ് ഇൻവെസ്റ്റിങ്ങിൽ. അപ്പോൾ ഒരു 10,000 രൂപ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഞാൻ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ആദ്യം നിങ്ങൾ ഒരു 3,000 രൂപ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്തോളൂ. അതായത് നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ലൈക്ക് സ്റ്റോക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് വലിയ നോളജ് ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത്. അതിൽ CAGR റിട്ടേൺസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈസിലി ആക്സസിബിൾ ആണ്. അത് നമുക്ക് മനസ്സിലാക്കാനും അതിൻ്റെ ഡാറ്റാസ് റീഡ് ചെയ്യാനും എല്ലാം എളുപ്പമാണ്. അപ്പം മ്യൂച്വൽ ഫണ്ട്സ് എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. ഒരു 3,000 രൂപ നമുക്ക് എന്ത് ചെയ്യാം, മ്യൂച്വൽ ഫണ്ട്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. 10,000-ൽ 3,000. ബാക്കി ഒരു 3,000 രൂപ നമുക്ക് എന്ത് ചെയ്യാം, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഫിസിക്കൽ ഗോൾഡ് മേടിച്ച് കയ്യിൽ വെക്കേണ്ട ആവശ്യം ഇപ്പോൾ ഇല്ല, പണിക്കൂലി കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലേ? നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഡിജിറ്റലായിട്ട് നമുക്ക് ഡിജിറ്റൽ ഗോൾഡ് ETF-കളായിട്ടും അല്ലാതെ UPI ആപ്പുകളിലാണെങ്കിൽ പോലും നമുക്ക് ഗോൾഡ് മേടിച്ച് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് നമുക്ക് ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിൽ നമുക്ക് മേടിക്കാൻ പറ്റും. ഒരു പവൻ മേടിക്കേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ 1 ഗ്രാം മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കുറഞ്ഞ ക്വാണ്ടിറ്റികളിലും അത് മേടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു 3,000 രൂപ നമുക്ക് അതിലോട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു 3,000 രൂപ നമുക്ക് സ്റ്റോക്കിലോട്ട് ചെയ്യാൻ പറ്റും. ഇത് പബ്ലിക് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ ഷെയറുകൾ നമുക്ക് വാങ്ങാൻ വേണ്ടി പറ്റും. അതിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇൻവെസ്റ്റിംഗ് എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിലോട്ട് കംപ്ലീറ്റ്ലി നമ്മൾ വരികയാണ്. അപ്പോൾ അവിടെ ഒരു ഇൻവെസ്റ്ററായിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് തിങ് നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കണം. അത് പഠിക്കാമെന്ന് പറയുമ്പോൾ നമുക്ക് ഒറ്റയ്ക്കും പഠിക്കാം, അതായത് നമുക്ക് ഇൻഡിവിജ്വലായിട്ടും പഠിക്കാം. നമുക്ക് ഒരുപാട് ഡാറ്റ റിസോഴ്സസ് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. പക്ഷേ അവിടെ നമ്മൾ നോക്കേണ്ടത് നമ്മളുടെ ഒരു ടൈം അതിന് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു വർക്കിംഗ് പേഴ്സണെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വർക്കും അയാളുടെ കാര്യങ്ങളും അയാളുടെ വർക്ക് ലൈഫ് ബാലൻസിങ് ഒക്കെ ഇതിൻ്റെ ഇടയിൽ ഇതിന് വേണ്ടി ഒരു സമയം കണ്ടെത്തുക, അതിനെക്കുറിച്ച് പഠിക്കാനുള്ള സമയം കണ്ടെത്തുക എന്നൊക്കെ പറയുന്ന പാടായിരിക്കും. അപ്പോൾ അയാൾക്ക് ഈസിലി കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസർ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കർ, അങ്ങനെ ആ ഒരു ത്രൂ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യാനും പറ്റും. ഞാനൊരു നോർമൽ പേഴ്സൻ്റെ കേസാണ് പറയുന്നത്. അയാൾക്ക് സിംപ്ലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഒരു 3,000 രൂപ അയാൾക്ക് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു 1,000 രൂപ ഡെപ്റ്റ് ഫണ്ട്സിലോ അല്ലെങ്കിൽ ബോണ്ടുകളിലോ, ഗവൺമെൻറ് ബോണ്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊരു 6 to 8% ഒക്കെ ഇയർലി റിട്ടേൺസ്, അതായത് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. അതാണ് ഒരു 1,000 രൂപ നമുക്ക് അതിലോട്ടും 10,000 രൂപ ഫുൾഫില്ലായി.